Hi friends, very good morning. See our topic, elasticity of demand. We know that very important topic. മൈക്രോ എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണെന്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിലെ കോർ കോഴ്സ് എടുക്കുകയാണെങ്കിലും ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. അതിൽ വെരി ഷോർട്ട് ആൻസർ, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് ഈവൻ ആൻ എസ്സേ ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്കഷനിൽ വളരെയധികം ഫോക്കസ് കൊടുക്കേണ്ട, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നോൺ എക്കണോമിക്സ് സ്റ്റുഡൻസിൽ കോംപ്ലിമെൻ്ററി പേപ്പർ എടുക്കുമ്പോൾ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1 സെക്കൻഡ് ചാപ്റ്റർ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലും വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സിമിലർലി BBA BComനൊക്കെയുള്ള മാനേജീരിയൽ എക്കണോമിക്സിലും നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് ഷെഡ്യൂൾഡ്, ഡിമാൻഡ് കർവ് ആൻഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആൻഡ് സോ ഓൺ. നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറിയാം ദ മീനിങ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ദാറ്റ് ഈസ് when price increases, its quantity demand will be decreased, and vice versa, or when price decreases, its quantity demand will be increased. That is the law of demand. The important question here is that what is the relevance of this concept, elasticity of demand? കാരണം law of demand ഒക്കെ A to Z അനലൈസ് ചെയ്തിട്ടുണ്ട്. There is an inverse relationship between price of the product and its quantity demanded. ഇങ്ങനെ പാട്ടും പാടി പഠിച്ച ഒരു വിഷയമാണ് ലോ ഓഫ് ഡിമാൻഡ്. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഓക്കെ, നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പോകുകയാണെങ്കിൽ ദിസ് ടോപ്പിക് ഈസ് വെരി വെരി സിമ്പിൾ. കാരണം എസ്സേയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, income elasticity of demand, and also cross elasticity of demand. We need to discuss all these points. Similarly, coefficient of price elasticity of demand, in which degrees or types of price elasticity of demand or elasticity of demand. We can see perfectly elastic demand, perfectly inelastic demand, unitary elastic demand, relatively more elastic demand, and relatively less elastic demand. And also, some types of questions that we can expect like this, methods of measurement of price elasticity, in which we can see percentage method or proportionate method, total outlay method or expenditure method, and also graphical method, in which we can see straight line method or point elasticity or arc elasticity and so on. Okay, so here my point is that we can expect different types of questions from this area. ഈ ടോപ്പിക്കിൽ ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള കാരണം എക്സാമിന് ഷുവറായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ആൻസർ കൊടുക്കേണ്ടത്. വാട്ട് യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? വി നീഡ് ടു ഗിവ് എ സിമ്പിൾ ഡെഫിനിഷൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓർ സിംപ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ദാറ്റ് ജനറലി ഇൻഡിക്കേറ്റ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. You can also another types of elasticity of demand like income elasticity of demand, similarly cross elasticity of demand. Suppose a question like this, what is the meaning of cross elasticity of demand? We need to discuss that element. Or how can you explain income elasticity of demand, in which we should give that definition. Okay, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിക്കനുസരിച്ചായിരിക്കണം നമ്മുടെ ആൻസർ. കാരണം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ആൻസർ കൊടുക്കുക, ആ രീതിയാവരുത്. യുവർ ആൻസർ ഷുഡ് ബി സ്യൂട്ടബിൾ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അവിടെ നിങ്ങൾ ഡിഗ്രീസ് ഓർ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറയരുത്. കാരണം യൂണിറ്ററി ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ആ ആൻസർ അല്ല അവിടെ കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കേണ്ടത് പെർസെൻറ്റേജ് മെത്തേഡ്, ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ്, ഗ്രാഫിക് മെത്തേഡ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, income elasticity of demand, cross elasticity of demand, plus you can also add
Price elasticity of demand or elasticity of demand can be grouped into 5 in terms of coefficient of elasticity of demand. That is, perfectly elastic demand, perfectly inelastic demand, unitary elastic demand, more elastic demand, and relatively less elastic demand. Okay, we can give these types of answers to the questions. അങ്ങനെ വളരെ ഗ്രാഫൊക്കെ വരച്ച് നല്ല ഉഷാറായിട്ട് എഴുതിയാൽ എസ്സേക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഷോർട്ടാക്കിയിട്ട് ചുരുക്കിയിട്ട് എല്ലാ പോയിന്റ്സും കോർത്തിണിക്കിട്ട് എഴുതണം. കാരണം പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവിടെ ലോങ് എസ്സേ എഴുതി വെക്കരുത്. See, time management is very important. Now we can explain the definition of elasticity of demand. See, I would like to repeat one point. Elasticity of demand, that generally represents price elasticity of demand. Okay? See, the elasticity of demand, that is, the concept is generally associated with Alfred Marshall. Marakanda. ആൽഫ്രഡ് മാർഷലാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, നമുക്കറിയാം അല്ലേ, സി പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. വെരി മാർവലസ് ബുക്ക് ദാറ്റ് റിട്ടൺ ബൈ ആൽഫ്രഡ് മാർഷൽ, ഇൻ വിച്ച് വി ക്യാൻ സി the concept elasticity of demand. Okay, let me explain or define elasticity of demand. The price elasticity of demand is the relative responsiveness of quantity demanded to changes in commodity price. Okay, or in the words of Stonier and Hagu, elasticity of demand is a technical term used by economists to describe the degree of responsiveness of the demand for a goods to change in its price. See here, you can just look at the term degree of responsiveness. That is, very, very important. What is the responsiveness? That is the degree of responsiveness of the demand for a good or quantity demand for a good to change in its price. What a fantastic definition. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന് ഞാൻ പറഞ്ഞു, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡെവലപ്പ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ. രണ്ടാമത്തെ കാര്യം, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദാറ്റ് വിൽ മെഷർ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ percentage change in price. That is, price elasticity of demand. We can simply discuss like that. This measurement, that is actually, based on percentage method. Okay, then നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. Percentage method here, we can see a formula in which we can measure the price elasticity of demand. What is the formula? Here, percentage or proportionate change in quantity demanded divided by percentage or proportionate change in price. Elasticity means, that you can expand it. Then if you release it, it will be contracted. നമുക്കത് വലിച്ചു നീട്ടാനും പറ്റും, അതുപോലെ തന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്കും വരും. ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫോർ എക്സാമ്പിൾ, see, we know law of demand. Okay, listen very, very carefully. Concept നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. Law of demand, when price goes up, that is, when price increases, people will buy less of that commodity. Simple ആയിട്ട് പറയുകയാണെങ്കിൽ demand will be decreased. And vice versa. That means, when price went down or goes down, or when price declines, people will buy more. ആളുകൾ ഒരുപാട് ഡിമാൻഡ് ചെയ്യും. That means, demand will be increased. That we have already discussed in a systematic way. You can also watch the previous videos. This is the law of demand, in which I would like to say it is only a qualitative statement. Qualitative statement. In qualitative way. That is, law of demand simply tells the direction of demand and price relationship. That is, we can simply say the law of demand indicates only the direction of change, ignoring the extent of responsiveness of demand in relation to a change in price. Or simply we can say the law of demand fails to capture
how much demand will change when there is a change in price of the product. See, that means, law of demand simply described or discussed the direction. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ദാറ്റ് മീൻസ് the direction is opposite or inverse relationship between price of the product and its quantity demanded. Okay, അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. വില കൂടുമ്പം എത്ര കണ്ട് ഡിമാൻഡ് കുറയുന്നു എന്നുള്ളത് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നില്ല. അതുപോലെ വില കുറയുമ്പം ഹൗ മച്ച് ദ ഡിമാൻഡ് ഓർ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ബി ഇൻക്രീസ്ഡ്, അത് ആര് പറയുന്നില്ല? ലോ ഓഫ് ഡിമാൻഡ് പറയുന്നില്ല. ഹൗ മച്ച് വിൽ ഇൻക്രീസ് ഓർ ഹൗ മച്ച് വിൽ ഡിക്രീസ് ദ പർച്ചേസ് ഓർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്, അത് പറയാൻ ആര് പരാജയപ്പെട്ടു? ലോ ഓഫ് ഡിമാൻഡ്. ദാറ്റ് ഈസ് വൈ വി ക്യാൻ സിംപ്ലി സേ ലോ ഓഫ് ഡിമാൻഡ് ഈസ് ഓൺലി എ ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ബട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഞാൻ ഇ പി എന്ന് കൊടുക്കുക ഓർ ഇ ഡി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് it is a quantitative statement according to Alfred Marshall. Quantitative statement. What is the meaning? Then you can measure it. വില കൂടുമ്പം എത്ര കണ്ട് ഡിമാൻഡ് കുറഞ്ഞു? 10% വില കൂടിയപ്പോൾ 20% ഡിമാൻഡ് കുറഞ്ഞു. Isn't it? ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കാണിച്ചു തരുന്ന മെഷർമെന്റ് ആണെന്ത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന കൺസെപ്റ്റ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. കാരണം A to Z മനസ്സിലാക്കി പോയാൽ ഈ ടോപ്പിക്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് 2 സ്റ്റേറ്റ്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റ് തന്നെ എടുക്കാം അല്ലേ. ഒന്ന് കേരള, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് തമിഴ്നാട്. തമിഴ്നാട് എടുക്കുക, നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്. ഇവിടെ സി പ്രൈസ് ഓഫ് ആപ്പിൾ. പ്രൈസ് ഓഫ് ആപ്പിൾ സി കേരളത്തിലെ 1 കിലോഗ്രാമിൻ്റെ ആപ്പിൾ ₹100. ഓക്കെ, 100 രൂപയാണ്. ദ പ്രൈസ് ഓഫ് ആപ്പിൾ ദാറ്റ് ആക്ച്വലി ഡിക്രീസ്ഡ് ടു 75. 100 രൂപയുള്ള ആപ്പിളിൻ്റെ വില 75 രൂപയായിട്ട് കുറഞ്ഞു. നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ എന്ത് ചെയ്തു? 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 100 ആയിരുന്നു, അത് 75 രൂപയായിട്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് ഫാൾ ഇൻ ദി പ്രൈസ് ഓഫ് ആപ്പിൾ. ഇവിടെ പ്രൈസിലുള്ള മാറ്റം എത്ര ശതമാനമാണ്? 25% ആണ്. 25% കട്ട് ഇൻ ദി പ്രൈസ് ഓഫ് ആപ്പിൾ. ഓക്കെ, കറക്റ്റ് അല്ലേ? നൗ സി വാട്ട് അബൌട്ട് ഡിമാൻഡ്. 100 രൂപ 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 75 രൂപയായിട്ട് കുറഞ്ഞു, അഥവാ 25% കുറഞ്ഞപ്പോൾ 10 കിലോഗ്രാം ആപ്പിൾ വാങ്ങിയിരുന്ന ആളുകൾ 20 കിലോഗ്രാം ആപ്പിൾ വാങ്ങാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഹിയർ ഇൻക്രീസ് ഈസ് 100%, 100%. കാരണം 25% വിലയിൽ ഇടിവ് വന്നപ്പോൾ 100% ഡിമാൻഡ് കൂടി. എവിടെ? ആപ്പിളിൽ, കേരളത്തിൽ. തമിഴ്നാട്ടിൽ 10 kg ആയിരുന്നു ആപ്പിൾ വാങ്ങിയിരുന്നത്. എത്ര? ആപ്പിളിന് 100 രൂപ കിലോഗ്രാമിനായപ്പോൾ അത് 15 kg ആയിട്ട് കൂടി. അഥവാ ഹിയർ ദ ഇൻക്രീസ് ഓഫ് ദ ഡിമാൻഡ് ഫോർ ആപ്പിൾ ഹിയർ ഈസ് 50%. എന്താണ് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാകുന്നത്? ലോ ഓഫ് ഡിമാൻഡ് പറയുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ? ആപ്പിളിന്റെ വില കുറഞ്ഞപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ആപ്പിളിന്റെ ഡിമാൻഡ് കൂടി, അത്ര പറയുള്ളൂ. പക്ഷേ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കുക? കേരളത്തിലും തമിഴ്നാട്ടിലും ആപ്പിളിന്റെ വില 25% കുറഞ്ഞു അല്ലെ? എത്ര ശതമാനം കുറഞ്ഞത്? 25% കുറഞ്ഞു. പക്ഷേ കേരളത്തിൽ ആപ്പിളിനോടുള്ള ഡിമാൻഡ് 100% ആയിട്ട് കൂടി. ഹൈ റെസ്പോൺസീവ്നെസ്, ഹൈലി സെൻസിറ്റീവ് ആണ്. ഓക്കെ, കേരളത്തിലാണ് എന്ത് ചെയ്തത്? 25% ആപ്പിളിന്റെ വില കുറഞ്ഞിട്ടുള്ളെങ്കിലും അതിന്റെ ഡിമാൻഡ് 100% കൂടി. മോർ ഇലാസ്റ്റിക് ആണ്. Isn't it? തമിഴ്നാട്ടിന്റെ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത് 25% ആപ്പിളിന്റെ വില കുറഞ്ഞപ്പോൾ 50% ആപ്പിളിന്റെ ഡിമാൻഡ് കൂടി. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസീവ്നെസ് കൂടുതലുള്ളത് എവിടെയാണ്? ഹൈ ഇലാസ്റ്റിസിറ്റി വരുന്നത് കേരളത്തിലാണ്, ദാൻ തമിഴ്നാട്. ഓക്കെ, ഇങ്ങനെയുള്ള അനാലിസിസിന് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരുന്ന ആരാണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട സംഭവം,
See, price elasticity of demand, in which we can see price elasticity of demand means, percentage change in quantity demanded divided by percentage change in price. But I would like to expand this concept like this. See, price elasticity of demand. Percentage change in quantity demanded means, change in Q by Q. Okay? This is the percentage change in quantity demand. This is, change in quantity demanded, and this Q is the initial quantity demand. Then you will get, percentage change in quantity demand if you multiply with 100. Okay? Now, divided by percentage change in price. That is, change in price divided by original price. Okay? കാരണം ഈ ചെറിയൊരു മാത്തമാറ്റിക്സ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യണം. കൺഫ്യൂസ്ഡ് ആവണ്ട, വളരെ സിമ്പിൾ ആണ്. Now we can write down like this. Change in Q by Q all divided by change in P by P. Okay? Then we can just write down like this. Change in Q by Q. This division will become multiplication. ഇത് into I. Then നമ്മൾ എന്ത് ചെയ്യണം? തല തിരിച്ചിടണം. That means, P by delta P. അവിടെ നിങ്ങൾ ഈ ഒരു മാത്തമാറ്റിക്സിലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. സി എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി. ഇത് നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഇതിനുള്ളൊരു മെത്തേഡാണ്. സെയിം ആൻസർ കിട്ടുക. യു ക്യാൻ ചെക്ക് ഇറ്റ്. എ ബൈ ബി, ഈ ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. ഇൻറ്റു ആവുമ്പോൾ ഇത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ആവും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. കൺഫ്യൂസ്ഡ് ആവണ്ട. എന്താവും? ഡി ബൈ സി ആവും. ഓക്കെ, ദിസ് ഈസ് ദ ഫോർമുല. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, ദിസ് ക്യൂ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. This delta P change in price. This P initial price. Now we can rearrange like this. Delta Q by delta P into P by Q. This is the formula of coefficient of elasticity of demand, in which you can see the coefficient of elasticity of demand, that between coefficient of elasticity of demand. Okay, ഞാൻ ആ ടേം ഇവിടെ എഴുതുന്നു. Coefficient of elasticity of demand or price elasticity of demand, that is between 0 to infinity. Okay, elasticity of demand either 0, extreme case 0 ഉണ്ട്, then another extreme case എന്ന് പറയുന്നത് infinity ആണ്. That we can simply write down 0 to infinity. Okay, this is also very very important. ഈ ഇൻഫിനിറ്റി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ. നമ്മുടെ ഗ്രീക്ക് ആൽഫബറ്റിലെ ലെറ്റർ ആണ് എന്ത്? ആൽഫ, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഗ്രീക്ക് ആൽഫബറ്റ്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുമ്പോഴാണ് അത് എന്താവുക? ഇൻഫിനിറ്റിന് സിമ്പിൾ ആയിട്ട് മാറുക. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കാരണം വിലയിലുണ്ടാകുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഹൈലി സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ വില കൂടുമ്പോൾ ഡിമാൻഡ് ഗണ്യമായിട്ട് കുറയും. അത് ഓപ്പോസിറ്റ് കേസിലും വരും കേട്ടോ. കാരണം വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഹൈ ആയിട്ട് കൂടും. അതിനാണ് എന്ത് പറയുക? ഹൈലി റെസ്പോൺസീവ്നെസ് ഓർ ഹൈ സെൻസിറ്റീവ്നെസ്. ലെസ് സെൻസിറ്റീവ്നെസ് അല്ലെങ്കിൽ ലെസ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറച്ച് കൂടുന്നുള്ളൂ, വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറച്ച് കുറയുള്ളൂ. ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് പോയിന്റ്. Now what about income elasticity of demand? Income elasticity of demand, say EY is equal to, listen very carefully, same thing, percentage change in quantity demand. Numerator same എന്നാണ്, but here we will take percentage change in price എന്നുള്ളത് നമ്മൾ എന്തെടുക്കണം? percentage change in income of the consumer. Isn't it? ഇതേ ടെക്നിക്ക് തന്നെ വരാം. എങ്ങനെ വരാം? EY is equal to, see, delta Q by Q divided by delta P എന്നുള്ളത് എന്ത് വരണം? delta Y by Y. Here change in income, this is initial income. Then it will become like this, എന്തായിട്ട് മാറും? change in Q by Q, ഈ ഡിവിഷൻ ഇൻഡോ ആവും. then
നമ്മൾ തല തിരിച്ചിട്ടുണ്ട് അല്ലേ? എ ബൈ ബി all divided by c by d is equal to a by b into d by c. Then y by delta y. Then you will get delta cube by delta y into y by q. This is income elasticity of demand. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നെസസറി ഐറ്റംസിന്, കാരണം നോർമൽ ഗുഡ്സ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിരിക്കും. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആകുമ്പോൾ എന്താണ്? ഇൻഫീരിയർ ഗുഡ്സ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലക്ഷറി ഗുഡ്സ്. ഓക്കെ, ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നൗ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിൽ ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ബട്ട് യു ക്യാൻ ഓൾസോ എക്സ്പെക്ട് ക്വസ്റ്റ്യൻ ലൈക്ക് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. How can you define cross elasticity of demand? ഒരു 2 മാർക്കിന് ഒരു ചോദ്യം വരാണ്. What do you mean by cross elasticity of demand? What is your answer? The responsiveness of demand for one commodity to changes in the price of a related commodity is called cross elasticity of demand. That is, cross elasticity of demand is equal to percentage change in quantity demanded of one commodity divided by percentage change in the price of a related commodity. That is cross elasticity of demand. I would like to write down like this. Cross elasticity of demand is equal to percentage change in quantity x. X എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലുള്ള ഡിമാൻഡ് ഡിവൈഡഡ് ബൈ percentage change. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ that represents change in the price of commodity y. This is cross elasticity of demand. കാരണം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ നോക്കുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള മാറ്റം ഓൺ അക്കൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വി വിൽ ചെക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ബട്ട് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ എന്താ നോക്കുന്നത്? എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയിലുള്ള ഡിമാൻഡിലുള്ള മാറ്റം on account of the price changes happen to another commodity. X എന്ന് പറയുന്ന കമ്മോഡിറ്റിയിലുള്ള ഡിമാൻഡിലുള്ള മാറ്റം ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി y, അനദർ കമ്മോഡിറ്റി. അതിനെ വിളിക്കുന്ന പേരാണിത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്കറിയാം, ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട്സ് കമ്മോഡിറ്റി ആണെങ്കിൽ കോഫി ആൻഡ് ടീ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് കമ്മോഡിറ്റി ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ്. വി വിൽ ഡിസ്കസ് ലേറ്റർ ഇൻ എ ഡീറ്റെയിൽഡ് വേ, ഡോണ്ട് വറി. കോംപ്ലിമെന്ററി ഗുഡ്സ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് നെഗറ്റീവ്. ഇൻഡിപെൻഡന്റ് ഗുഡ്സ് ഓർ അൺറിലേറ്റഡ് ഗുഡ്സ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് 0. മാത്തമാറ്റിക്കലി ഹൗ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. മാത്തമാറ്റിക്കലായിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ഓഫ് കമ്മോഡിറ്റി y. Cross elasticity of quantity demand of x with respect to y. We can just write down like this. Mathematically നമ്മൾ coefficient of cross elasticity of demand ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. See, percentage change in quantity demanded of x. That is, we can just write down delta qx divided by qx. This is change in quantity demand of x. This is the initial quantity of x divided by delta price of y, that is very important, divided by this is the price of y, original price, this is the change in price. We can simplify this formula like this: delta qx divided by qx. This division will become multiplication into, okay, then ഇതെന്ത് ചെയ്യണം? നമ്മൾ തല തിരിച്ചിടണം. py divided by delta py. Then it will become delta qx divided by delta py into py by qx. See, this is the formula. Okay, അപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, യു ക്യാൻ സി ദിസ് ഈസ് ദ ഫോർമുല. ഓക്കെ, income elasticity of demand, you can see this is the formula. And
cross elasticity of demand, this is the formula. Let me wind up our discussion. See elasticity of demand. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, A to Z കാണാം. Then you will get all idea. ആൽഫ്രഡ് മാർഷലിനെ ഓർത്തിരിക്കുക, എക്സാമ്പിൾ നോക്കുക. Then coefficient of elasticity of demand, you know, that is also varies from 0 to infinity. Okay. Now you know this is formula is also very important. ഈ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. Now you know methods of measurement of price elasticity. Okay. Percentage method, അതിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Total outlay method, it is also known as total expenditure method. Graphical method or geometric method. Here you can see point method or arc method or arc elasticity and so on. We will discuss in the coming video. Okay. In the next video that I would like to explain, you know, types of elasticity of demand. Types of elasticity of demand, price elasticity of demand, income elasticity of demand or cross elasticity of demand. Plus, you can also classify the elasticity of demand based on the coefficient of price elasticity of demand. That is, you know, perfectly elastic demand, perfectly inelastic demand, unitary elastic demand, more elastic demand and less elastic demand. Okay, we will discuss that area with a beautiful illustrations and also with a graphical representation. Okay, wish you all the very best. See you in the coming video.